പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത PV. ദില്ലിക്ക് രേഖ ഗുപ്ത മുഖ്യമന്ത്രി. ന്യൂഡൽഹി. കാൽ നൂറ്റാണ്ടിന് ശേഷം ഡൽഹിയിൽ BJP അധികാരത്തിലെത്തുമ്പോൾ നയിക്കാൻ നാരീശക്തി. രേഖ ഗുപ്ത ഡൽഹി മുഖ്യമന്ത്രിയായി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഷാലിമാർ ബാഗിൽ നിന്നുള്ള MLA രേഖ മഹിളാ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റ് ആണ്. നിയുക്ത MLA-മാർ യോഗം ചേർന്ന് നിയമസഭാ കക്ഷി നേതാവായി രേഖയെ തിരഞ്ഞെടുത്തു. ഡൽഹിയുടെ 9ാമത്തെ മുഖ്യമന്ത്രിയും 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് രേഖ. അന്തരിച്ച മുതിർന്ന നേതാവ് സുഷമ സ്വരാജായിരുന്നു BJPയുടെ ഡൽഹിയിലെ അവസാനത്തെ മുഖ്യമന്ത്രി. രാംലീല മൈതാനത്ത് ഉച്ചയ്ക്ക് 12-നാണ് സത്യപ്രതിജ്ഞ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ തുടങ്ങിയ നേതാക്കളുടെ വലിയ നിര ചടങ്ങിൽ പങ്കെടുക്കും. NDA ഭരിക്കുന്ന 20 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ചടങ്ങിനെത്തും. വിവിധ മേഖലകളിൽ നിന്നുള്ള വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യവും ഉണ്ടാകും. ചേരി നിവാസികൾ, കാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, കർഷകർ, വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളായ വനിതകൾ എന്നിവരെയും ചടങ്ങിലേക്ക് പ്രത്യേകമായി ക്ഷണിച്ചിട്ടുണ്ട്. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചേർന്ന നിയമസഭാ കക്ഷി യോഗത്തിന് കേന്ദ്ര നിരീക്ഷകരായ മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് MP, BJP ദേശീയ സെക്രട്ടറി ഓം പ്രകാശ് ധൻകർ, ദേശീയ വൈസ് പ്രസിഡന്റും തെരഞ്ഞെടുപ്പ് ഇൻചാർജുമായ ബൈജയന്ത് പാണ്ഡെ MP, സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ തുടങ്ങിയവർ നേതൃത്വം നൽകി. യോഗ ശേഷം രാജ്ഭവനിൽ എത്തി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയെ സന്ദർശിച്ച് സർക്കാർ രൂപീകരണത്തിന് രേഖ അവകാശം ഉന്നയിച്ചു. MLA-മാരുടെ പിന്തുണക്കത്തും കൈമാറി. തുടർന്ന് ലഫ്റ്റനന്റ് ഗവർണർ സർക്കാർ രൂപീകരണത്തിനായി ക്ഷണിച്ചു. 70-അംഗ നിയമസഭയിൽ 48 സീറ്റ് നേടിയാണ് സംസ്ഥാനത്ത് BJP അധികാരത്തിലെത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ തുടങ്ങിയവർ രേഖയെ അഭിനന്ദിച്ചു. രാജ്യ പുരസ്കാർ അവാർഡ് ജേതാക്കൾ. കോഴിക്കോട് രാജ്യ പുരസ്കാർ അവാർഡ് സിൽവർ ഹിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ TV ആഷിക, അബിയ സജി, അദിത്രി S നായർ, KV ആവണി, P ആവണി, AL ചാരു, നൈനിക, ദേവചൈത്ര, ദിലാര വിനോദ്, ദിയ തോമസ്, നൗമി പാർവതി, K നവമിത്ര, നിഹാരിക രഞ്ജിത്ത്, AK നിവേദ്യ, രേവതി മേനോൻ, P ഷിഫ ഫാത്തിമ, M ശ്രേയ, MK സ്വാത്വിക, വൈഗാലക്ഷ്മി എന്നിവർക്ക് ലഭിച്ചു. IISR-ൽ സംരംഭക മേളയ്ക്ക് തുടക്കമായി. കോഴിക്കോട് സുഗന്ധ വ്യഞ്ജന സംരംഭകത്വത്തിന്റെ സാധ്യതകൾ തുറന്നും പുതു ആശയങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള സഹായങ്ങൾ ഒരുക്കിയും ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം സംഘടിപ്പിക്കുന്ന ത്രിദിന സംരംഭക മേളയ്ക്ക് തുടക്കമായി. ചെലവൂർ ഗവേഷണ സ്ഥാപനത്തിൽ നടന്ന ചടങ്ങിൽ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഡയറക്ടർ ഡോക്ടർ ജോർജ് നൈനാൻ മേള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സൊസൈറ്റി ഫോർ സ്പൈസസ്, കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ ഗവേഷണ സ്ഥാപനത്തിലെ അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ നേതൃത്വം നൽകുന്ന മേള നാളെ സമാപിക്കും. ശങ്കരപത്മം പുരസ്കാരം നൽകി. മലപ്പുറം എടവണ്ണപ്പാറ ഏറാമ്പ്ര മഹാദേവ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ശങ്കരപത്മം പുരസ്കാരം പാലേമാട് വിവേകാനന്ദ പഠന കേന്ദ്രം ചെയർമാൻ KR ഭാസ്കരപിള്ളയ്ക്ക് സമ്മാനിച്ചു. നടരാജ വിഗ്രഹവും പ്രശസ്തി പത്രവും 5001 രൂപയും അടങ്ങുന്നതാണ് പുരസ്കാരം. ജില്ലയിലെ ധാർമ്മികവും ആധ്യാത്മികവുമായ മുന്നേറ്റത്തിന് KR ഭാസ്കരപിള്ള നൽകിയ സമഗ്രമായ സംഭാവനകൾ മുൻനിർത്തിയാണ് പുരസ്കാരം നൽകിയത്. പുരസ്കാരദാന ചടങ്ങിൽ ഉത്സവാഘോഷ സമിതി ചെയർമാൻ പുതുക്കുടി അപ്പു, കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന സമിതി അംഗം M കൃഷ്ണ പ്രഗീഷ്, ക്ഷേത്ര ഭാരവാഹികളായ P രാഘവൻ, K നാരായണൻ, V സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. സംസ്ഥാനങ്ങളുടെയും യോഗം വിളിക്കണം സുപ്രീം കോടതി. ന്യൂഡൽഹി.
മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മേൽനോട്ട സമിതി ചെയർമാൻ ഇരു സംസ്ഥാനങ്ങളുടെയും യോഗം വിളിക്കണമെന്ന് സുപ്രീം കോടതി. യോഗ തീരുമാനം 4 ആഴ്ചയ്ക്കുള്ളിൽ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് നൽകണം. അണക്കെട്ടുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികൾ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിന് മുന്നിൽ ലിസ്റ്റ് ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. മേൽനോട്ട സമിതി ഇരു സംസ്ഥാനങ്ങൾക്കും സ്വീകാര്യമാകുന്ന പരിഹാരം കണ്ടെത്തണമെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് എൻ കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. പുതിയതായി രൂപീകരിച്ച മേൽനോട്ട സമിതി തമിഴ്നാട് ഉന്നയിക്കുന്ന വിഷയങ്ങൾ പരിഗണിക്കണം. തുടർന്ന് കേരളത്തിനും തമിഴ്നാടിനും സ്വീകാര്യമാകുന്ന പരിഹാരം കണ്ടെത്തണം. തർക്കമുണ്ടെങ്കിൽ മേൽനോട്ട സമിതി കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നും കോടതി വ്യക്തമാക്കി. അണക്കെട്ടിന് സമീപം മരങ്ങൾ മുറിക്കുന്നത് ഉൾപ്പെടെയുള്ള ചില പ്രവർത്തനങ്ങൾ നടത്താനുള്ള അനുമതി കേരള സർക്കാർ റദ്ദാക്കിയതായി ആരോപിച്ച് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ ഈ നിരീക്ഷണം. മുല്ലപ്പെരിയാർ വിഷയം കോടതിയിലൂടെ മാത്രം പരിഹരിക്കപ്പെടേണ്ട വിഷയമാണോ എന്നും സുപ്രീം കോടതി ചോദിച്ചു. മേൽനോട്ട സമിതി അടക്കമുള്ള സാഹചര്യത്തിൽ അതിലൂടെ വിഷയങ്ങൾ പരിഹരിക്കാമല്ലോ എന്നും കോടതി ആരാഞ്ഞു. ഛത്രപതി ശിവജി മഹാരാജിന് രാഷ്ട്രം ആദരവർപ്പിച്ചു. ന്യൂഡൽഹി. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ഛത്രപതി ശിവജി മഹാരാജിന്റെ 395-ാം ജന്മവാർഷികത്തിൽ രാഷ്ട്രത്തിന്റെ ആദരവ്. ശിവജി മഹാരാജിന്റെ ധീരവും ദീർഘവീക്ഷണവുമുള്ള നേതൃത്വം സ്വരാജ്യം കെട്ടിപ്പടുക്കുന്നതിന് അടിത്തറ പാകിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ന്യായത്തിന്റെയും ധൈര്യത്തിന്റെയും മൂല്യങ്ങൾ തലമുറകളെ പ്രചോദിപ്പിച്ചു. സമൃദ്ധവും സ്വാശ്രയവും ശക്തവുമായ ഭാരതത്തെ കെട്ടിപ്പടുക്കാൻ അദ്ദേഹം പ്രചോദനം നൽകിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. എക്സിൽ ഒരു വീഡിയോയും പ്രധാനമന്ത്രി പങ്കുവച്ചിരുന്നു. ഒരു പേരോ ഒരു രാജാവോ മാത്രമായിരുന്നില്ല ശിവജി, ഒരു ദൈവമായിരുന്നു. അവിടെ ദൈവത്തെക്കാൾ വലുതായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞുപോയി. പക്ഷേ അദ്ദേഹത്തിന്റെ മൂല്യങ്ങൾ, പ്രതിബദ്ധത എന്നിവ ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു. ഈ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് അമൃതകാലത്തിന്റെ 25 വർഷങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അദ്ദേഹം സ്വപ്നം കണ്ട ഭാരതത്തെ ഈ യാത്ര യാഥാർത്ഥ്യമാക്കും. ആത്മനിർഭരതയ്ക്കും സദ്ഭരണത്തിനും സ്വരാജിനും വേണ്ടിയുള്ളതാണ് ഈ യാത്ര, വീഡിയോയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ശിവജി മഹാരാജിന്റെ ധീരതയും നീതിയോടുള്ള പ്രതിബദ്ധതയും ജനക്ഷേമത്തിനായുള്ള അചഞ്ചലമായ സമർപ്പണവും എല്ലാവർക്കും പ്രചോദനമാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥ സേവനത്തിന്റെയും സഹിഷ്ണുതയുടെയും പാരമ്പര്യം വരും തലമുറകൾക്ക് സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും പാതയൊരുക്കുമെന്നും രാജ്നാഥ് സിംഗ് കൂട്ടിച്ചേർത്തു. മറാത്ത ഭാഷയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശിവജി മഹാരാജിന് ആദരവർപ്പിച്ചത്. സാമ്പത്തിക വിവരങ്ങൾ ലഭ്യമാക്കാൻ RBI ആപ്പ്. മുംബൈ. ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട 1000-ലധികം സ്ഥിതിവിവര കണക്കുകൾ ആർക്കും ലഭ്യമാക്കാൻ സഹായിക്കുന്ന മൊബൈൽ ആപ്പ് RBI പുറത്തിറക്കി. വിവരങ്ങൾ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലുള്ളതാണ് RB ഡാറ്റ. ആവശ്യമുള്ള വിവരങ്ങൾ കാണാം. വിശകലനത്തിനായി ഡാറ്റ ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്ന വിവരങ്ങളിൽ ഡാറ്റയുടെ ഉറവിടം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആപ്പിന്റെ മറ്റൊരു പ്രധാന സവിശേഷത ബാങ്കിംഗ് ഔട്ട്ലെറ്റ് എന്നൊരു വിഭാഗമാണ്. ഇത് ഉപയോക്താക്കൾക്ക് അവരുടെ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള ബാങ്കിംഗ് സൗകര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും. പ്രവർത്തനം ആരംഭിച്ച ശേഷം ആപ്പ് മെച്ചപ്പെടുത്തുന്നതിനായി ഉപയോക്താക്കളിൽ നിന്നും പ്രതികരണം ശേഖരിക്കും. ഇത് പരിഗണിച്ച ശേഷം വിപുലീകരിക്കും. ഗ്യാനേഷ് കുമാർ ചുമതലയേറ്റു. ന്യൂഡൽഹി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ഗ്യാനേഷ് കുമാർ ചുമതലയേറ്റു. 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായാണ് അദ്ദേഹം ചുമതലയേറ്റത്. രാഷ്ട്ര നിർമ്മാണത്തിനുള്ള ആദ്യപടി വോട്ടാണെന്ന് ചുമതലയേറ്റ ഗ്യാനേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. 18 വയസ്സ് പൂർത്തിയായ ഓരോ പൗരനും വോട്ടർ ആകണം. ഭരണഘടന, നിയമങ്ങൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ എന്നിവയ്ക്ക് അനുസൃതമായി വോട്ട് രേഖപ്പെടുത്തണം. കമ്മീഷൻ വോട്ടർമാർക്കൊപ്പമാണ്, അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിതനായ ഡോക്ടർ വിവേക് ജോഷിയും ചുമതലയേറ്റു. ഗ്യാനേഷ് കുമാറിന് പകരമാണ് വിവേക് ജോഷിയുടെ നിയമനം. ഹരിയാന ചീഫ് സെക്രട്ടറി ആയിരിക്കെയാണ് അദ്ദേഹത്തിന് പുതിയ നിയമനം. 2024 മാർച്ചിലാണ് ഗ്യാനേഷ് കുമാറിനെയും SS സിന്ധുവിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയമിച്ചത്.
സൗത്ത് ഇന്ത്യൻ ബാങ്കിന് പുരസ്കാരം. കൊച്ചി. മുംബൈയിൽ നടന്ന IBI ടെക്നോളജി അവാർഡ്സ് 2024 മികച്ച സാങ്കേതിക അധിഷ്ഠിത ടാലന്റ് ആൻഡ് ഓർഗനൈസേഷൻ വിഭാഗത്തിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ജേതാവ്. ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഉപഭോക്താക്കൾക്ക് നൂതന സാമ്പത്തിക സേവനങ്ങൾ നൽകുന്നതിനാണ് പുരസ്കാരം. രാജ്യത്തെ പ്രമുഖ സ്വകാര്യ ബാങ്കുകൾ പങ്കെടുത്ത ചടങ്ങിൽ അഭിമാനകരമായ നേട്ടമാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് സ്വന്തമാക്കിയതെന്ന് ബാങ്ക് MDയും CEOയുമായ PR ശേഷാദ്രി അഭിപ്രായപ്പെട്ടു. ഋഷി സുനാക് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹി. ബ്രിട്ടീഷ് മുൻ പ്രധാനമന്ത്രി ഋഷി സുനാക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. ചൊവ്വാഴ്ച വൈകിട്ട് കുടുംബസമേതം എത്തിയാണ് ഋഷി സുനാക് മോദിയെ സന്ദർശിച്ചത്. മോദിയെ സുഹൃത്ത് എന്നാണ് സുനാക് വിശേഷിപ്പിച്ചത്. ഭാരതത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഏറെ ആകാംക്ഷയോടെയാണ് ശ്രവിക്കുന്നത്. തനിക്കും കുടുംബത്തിനും ഊഷ്മളമായ വരവേൽപ്പാണ് ഭാരതം നൽകിയതെന്നും സുനാക് എക്സിൽ കുറിച്ചു. ഭാര്യ അക്ഷത മൂർത്തി, മക്കളായ കൃഷ്ണ, അനുഷ്ക എന്നിവർക്കൊപ്പം പ്രധാനമന്ത്രിയുടെ ചിത്രങ്ങൾ സുനാക് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. രാജ്യസഭാംഗവും അക്ഷത മൂർത്തിയുടെ അമ്മയുമായ സുധാമൂർത്തിയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഭാരതത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്നാണ് സുനാകിനെ മോദിയും വിശേഷിപ്പിച്ചത്. ഭാരതവും ബ്രിട്ടനും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സുനാകും കുടുംബവും പാർലമെന്റ് സമുച്ചയവും സന്ദർശിച്ചു. സുനാകും കുടുംബവും കഴിഞ്ഞ ദിവസം താജ്മഹലും സന്ദർശിച്ചിരുന്നു. ഗൂഗിളിന്റെ ഏറ്റവും വലിയ ക്യാമ്പസ് അനന്ത ബാംഗ്ലൂരു. ഗൂഗിളിന്റെ ഏറ്റവും വലിയ ക്യാമ്പസായ അനന്ത ബാംഗ്ലൂരുവിൽ തുറന്നു. അനന്ത ക്യാമ്പസ് ലോകത്തെ തന്നെ തങ്ങളുടെ വലിയ ഓഫീസുകളിൽ ഒന്നാണെന്ന് ഗൂഗിൾ ബ്ലോഗിൽ വ്യക്തമാക്കി. മഹാദേവപുരിയിലാണ് പുതിയ ക്യാമ്പസ് തുറന്നത്. 5000-ലധികം ജീവനക്കാർക്ക് തൊഴിൽ നൽകുന്നതിന് പുതിയ ക്യാമ്പസ് 16 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് തുറന്നിട്ടുള്ളത്. ഗൂഗിളിന്റെ ആൻഡ്രോയിഡ് സെർച്ച്, ഗൂഗിൾ പേ, ക്ലൗഡ്, മാപ്സ്, പ്ലേ, ഡീപ് മൈൻഡ് ടീമുകൾ ഇവിടെ പ്രവർത്തിക്കും. പരിധിയില്ലാത്തത് എന്ന് അർത്ഥം വരുന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് അനന്ത എന്ന് ക്യാമ്പസിനു ഗൂഗിൾ പേരിട്ടിരിക്കുന്നത്. കാഴ്ച പരിമിതർക്കും സഹായകരമായ രീതിയിലാണ് കെട്ടിടത്തിൽ ഫ്ലോറിംഗ്. ജീവനക്കാർ ഒത്തുചേരുന്ന പ്രധാന സ്ഥലത്തിന് സഭ എന്നാണ് പേരിട്ടിരിക്കുന്നത്. കായികം. ഭാരതം പിച്ചിൽ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ആദ്യ പോരാട്ടം ഇന്ന് ബംഗ്ലാദേശിനെതിരെ. മത്സരം ദുബായിൽ ഉച്ചയ്ക്ക് 2:30 മുതൽ. തത്സമയം കാണാം ജിയോ ഹോട്ട്സ്റ്റാറിലും സ്റ്റാർ സ്പോർട്സിലും. ദുബായ്. മിനി ലോകകപ്പ് എന്നറിയപ്പെടുന്ന ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിൽ 9ാം പതിപ്പിൽ ഭാരതത്തിന് ഇന്ന് ആദ്യ മത്സരം. ഉച്ചയ്ക്ക് 2:30 മുതൽ ബംഗ്ലാദേശിനെതിരെ ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. തുടക്കത്തിലെ ജയം നേടി ഗ്രൂപ്പ് ഘട്ടത്തിലെ ആധിപത്യം നേടിയെടുക്കലാണ് ഭാരത നായകൻ രോഹിത് ശർമ്മയും സംഘവും ലക്ഷ്യമിടുന്നത്. കരുത്തരായ ഭാരതത്തെ തുടക്കത്തിലെ ഞെട്ടിക്കാനായാൽ അടുത്ത മത്സരങ്ങൾക്കും വലിയ ആത്മവിശ്വാസമാകുമെന്ന് നജ്മുൽ ഹൊസൈൻ ഷാൻഡോയും സംഘവും കണക്കുകൂട്ടുന്നു. ഇരു ടീമുകളും ഇതിനു മുമ്പ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഏറ്റുമുട്ടിയത് 2017 സെമിയിലാണ്. അന്ന് ആദ്യം ബാറ്റ് ചെയ്ത് 7-ന് 264 റൺസ് എടുത്ത ബംഗ്ലാദേശിനെതിരെ ഭാരതം നേടിയത് 9 വിക്കറ്റ് വിജയം. ഇന്നത്തെ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ സെഞ്ചുറി പ്രകടനവുമായി അന്ന് നിറഞ്ഞാടി. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഭാരതത്തിന്റെ അവസാന ജയവും അതായിരുന്നു. ICC ഏകദിന പോരാട്ടങ്ങളിൽ ഭാരതത്തിന്റെ അവസാന 20 മത്സരങ്ങൾ ഏറെ അതിശയം ജനിപ്പിക്കുന്നതാണ്. 17 മത്സരങ്ങളിലാണ് ജയിച്ചത്. പരാജയപ്പെട്ട 3 മത്സരങ്ങളിൽ ആദ്യത്തേത് 2017 ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ, രണ്ടാമത്തേത് 2019 ലോകകപ്പ് സെമിയിലെ പുറത്താകൽ, മൂന്നാമത്തേത് 2023 ലോകകപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയോടേറ്റ ഞെട്ടിക്കുന്ന തോൽവി. ഇതിൽ ഏറ്റവും വേദനാജനകമായിരുന്നു ഒടുവിലത്തെ പരാജയം. ഏതാനും വർഷങ്ങൾക്കിടയിൽ ലോക ക്രിക്കറ്റിൽ ഇത്രയും താരസമ്പുഷ്ടവും ഫോമും ഒത്തുചേർന്ന ടീം വേറെ ഉണ്ടായിരുന്നില്ല. 3 മത്സരങ്ങളിലും തോറ്റത് അപ്രതീക്ഷിത പാളിച്ചകളിലൂടെയാണ്. 2017 ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാന്റെ സെഞ്ചുറിക്കാരൻ
ഫഖർ സമാനെ ജസ്പ്രീത് ബുംറ തുടക്കത്തിലെ പുറത്താക്കിയതാണ്. പക്ഷേ വിരാട് കോഹ്ലി ക്യാച്ച് വിട്ടുകളഞ്ഞത് വഴിത്തിരിവായി. 2019 ന്യൂസിലാൻഡിനെതിരെ നിർണായക ഘട്ടത്തിൽ 2ാം റണ്ണിനോടിയ MS ധോണിയുടെ വേഗത കുറഞ്ഞുപോയത് ഭാരതത്തെ പുറത്താക്കി. 2023 ഫൈനലിൽ ടോസ് എതിരായതോടെ ഭാരത ബാറ്റർമാർ അമിത പ്രതിരോധത്തിൽ ശ്രദ്ധയൂന്നി റൺ നിരക്കുയർത്താതെ മത്സരം അടിയറ വെച്ചു. ലക്ഷ്യം മാർച്ച് 9 മാത്രം. ജസ്പ്രീത് ബുംറ എന്ന ലോക 1ാം നമ്പർ ബൗളർ കൂടെയില്ലെങ്കിലും ഫൈനലിലെത്താനാകുന്ന ടീമാണ് ഭാരതം. സ്പിന്നിനെ തുണയ്ക്കുന്ന പിച്ചിൽ 5 സ്പിന്നർമാരുമായാണ് ദുബായിലെത്തിയിട്ടുള്ളത്. ബൗളർമാരുടെ ദുബായ്. ബൗളിങ്ങിന് അനുകൂലമായ പിച്ചാണ് ദുബായിലേത്. പ്രത്യേകിച്ച് സ്പിന്നർമാർക്ക് മഴയ്ക്കു സാധ്യത ഇവിടെ വളരെ കുറവാണ്. ഇപ്പോഴത്തെ ചൂട് ഏകദേശം 20-25 ഡിഗ്രി സെൽഷ്യസ് വരും. ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് അല്പം മുൻതൂക്കമുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതുവരെ നടന്ന 58 മത്സരങ്ങളിൽ ആദ്യം ബാറ്റ് ചെയ്തവർ ജയിച്ചത് 22 മത്സരങ്ങളിൽ മാത്രം. സാധ്യത ഭാരതം. രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, ശുഭ്മാൻ ഗിൽ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ്, മുഹമ്മദ് ഷമി, അൽഷദീപ്, രവീന്ദ്ര ജഡേജ. ബംഗ്ലാദേശ് നജ്മുൽ ഹൊസൈൻ ഷാൻഡോ ക്യാപ്റ്റൻ, സൗമ്യ സർക്കാർ, തൻസിദ് ഹസൻ തമീം, മുഷ്ഫിഖുർ റഹീം, മുഹമ്മദ് ഉല്ലാഹ്, മഹ്ദി ഹസൻ മിറാസ്, റിഷാദ് ഹൊസൈൻ, തസ്കിൻ അഹ്മദ്, മുസ്താഫിസുർ റഹ്മാൻ, തൻസിം ഹസൻ സക്കിബ്, നാഹിദ് റാണ. ഹിറ്റിൽ കിവീസ് കറാച്ചി. NCC ചാമ്പ്യൻസ് ട്രോഫി 2025 ഉദ്ഘാടന മത്സരം ന്യൂസിലൻഡ് സ്വന്തമാക്കി. ആതിഥേയരും നിലവിലെ ജേതാക്കളുമായ പാകിസ്ഥാനെ 60 റൺസിന് തോൽപ്പിച്ചു. ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് നിശ്ചിത 50 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 320 റൺസ് എടുത്തു. ഓപ്പണർ വിൽ യങ്ങും 107, ടോം ലാഥവും പുറത്താകാതെ 118 നേടിയ സെഞ്ചുറികൾ കിവീസിന് മുതൽക്കൂട്ടായി. ഇതിനെതിരെ പാക് ബാറ്റ് ചെയ്തിരുന്നു. എതിരാളികളെ ബാറ്റിംഗിന് വിട്ടു. ദിവസങ്ങൾക്ക് മുൻപ് ഇതേ വേദിയിൽ നടന്ന ത്രിരാഷ്ട്ര പരമ്പരയുടെ ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 5 വിക്കറ്റിന്റെ ഗംഭീര തോൽവി വഴങ്ങിയിരുന്നു. ഇതിന്റെ അനുഭവത്തിലാണ് ഇന്നലെ ടോസ് നേടിയ പാക് നായകൻ മുഹമ്മദ് റിസ്വാൻ ബൗളിംഗ് തെരഞ്ഞെടുത്തത്. റിസ്വാന്റെ തീരുമാനം ശരിവെക്കുന്ന തരത്തിലായിരുന്നു ന്യൂസിലൻഡിന്റെ തുടക്കം. വമ്പൻ ബാറ്ററായ ഡെവോൻ കോൺവേ 10, മുൻ നായകൻ കെയ്ൻ വില്യംസൺ 1, ഡാരിൽ മിച്ചൽ 10 എന്നിവരെ കൃത്യമായ ഇടവേളകളിൽ പുറത്താക്കി സമ്മർദ്ദം സൃഷ്ടിക്കാൻ പാക് ബൗളർമാർക്ക് സാധിച്ചു. പക്ഷേ തുടക്കം മുതലേ ഒറ്റയാൻ പോരാട്ടം നടത്തിവന്ന ഓപ്പണർ വിൽ യങ്ങിന് 5ാമനായി ഇറക്കിയ ടോം ലാഥം മികച്ച കൂട്ടാളിയായി. ഇരുവരും ചേർന്ന് 4ാം വിക്കറ്റിൽ 118 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കിയത് കളിയുടെ ഗതി തിരിച്ചു. ഒരവസരത്തിൽ 106.2 ഓവറിൽ 73 റൺസിൽ 3 വിക്കറ്റ് നഷ്ടപ്പെട്ട് പതറുകയായിരുന്ന കിവീസ് പിന്നീട് 4ാം വിക്കറ്റ് വീഴുമ്പോൾ 37.2 ഓവറിൽ 191 എന്ന നിലയിലേക്കെത്തി. സെഞ്ചുറി നേടിയ പുറകെയാണ് നസീം ഷായ്ക്ക് വിക്കറ്റ് നൽകി യങ് പുറത്തായത്. 5ാം വിക്കറ്റിൽ ലാഥത്തിനൊപ്പം ചേർന്ന ഗ്ലെൻ ഫിലിപ്സ് അടിച്ചു തകർത്തു. 3 ബൗണ്ടറികളുടെയും 4 സിക്സറിന്റെയും ബലത്തിൽ ഫിലിപ്സ് 39 പന്തുകളിൽ 61 റൺസ് എടുത്തു. 5ാം വിക്കറ്റിൽ ലാഥം ഫിലിപ്സ് കൂട്ടുകെട്ട് 12.2 ഓവറിൽ 125 റൺസ് എടുത്തു. കിവീസ് ഇന്നിംഗ്സിൽ ശ്രദ്ധേയമായത് അവസാന 10 ഓവറുകളിൽ 113 റൺസ് എടുത്താണ്. അവസാന ഓവറിൽ ക്രീസിലെത്തിയ മൈക്കൽ ബ്രെയ്സ്വെൽ 0 പുറത്താകാതെ നിന്നു. പാകിസ്ഥാന്റെ നസീം